പുള്ളിക്കാരിക്ക് 42 ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിലെ കരിയറിൽ കുറച്ചുകൂടെ മുന്നേറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ കുട്ടികൾ എപ്പോഴും സ്കൂളിൽ പോകുന്നു, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോഴും പുള്ളിക്കാരിനെ വിഷമതയിലേക്ക് അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞാൽ പല രീതിയിലും ഹസ്ബൻഡിൻ്റെ ഇഷ്ടങ്ങൾക്കും എല്ലാം കൂടെ നിന്നിട്ടും അദ്ദേഹം ഒരു വാക്കുപോലും ഇതുവരെ നിനക്കൊരു വിഷമത വന്നാൽ ഞാൻ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ നിനക്ക് ടെൻഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ മിണ്ടാതിരിക്കാം, നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു ചിന്ത ഉള്ളിൽ കിടന്ന് പുള്ളിക്കാരി വളരെയധികം ഡിപ്രഷനിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജനറൽ കോൺവെർസേഷനിലെ ഡിപ്രഷൻ, ഞാൻ ഡിപ്രസ്ഡ് ആണെന്നൊക്കെ പറയും. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ഡിപ്രഷനല്ല, പക്ഷേ ഇത് ക്ലിനിക്കൽ ഡിപ്രഷനാണ്. ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം തോന്നില്ല. ഒരു ദിവസം എഴുന്നേറ്റാൽ ഈവൻ ബേസിക് കാര്യങ്ങൾ, കുളിക്കുക, ഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ജോലിക്ക് പോകുക, ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറുന്നു. ജീവിതത്തിൽ തന്നെ ഒരു താല്പര്യവുമില്ല, പലപ്പോഴും ജീവിക്കണ്ട എന്ന് തന്നെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ ആത്മഹത്യ പ്രേരണ, അല്ലെങ്കിൽ എന്താ പറയുക, ജീവിതത്തിൽ നിരാശയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി ആരുടെ മിണ്ടാതെയും ഒരു സോഷ്യൽ വിഡ്രോവൽ, അതായത് നമുക്ക് ജീവിതം തന്നെ മതിയായി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷനാണ്.